2020 ജൂലൈ മാസം യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയതാണ് ഞങ്ങൾ. ഇത് 2024 ജൂലൈ ആകുമ്പോൾ 4 വർഷവും കഴിഞ്ഞ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടവും കൈവരിച്ച് നമ്മുടെ ചാനൽ വളർന്നു നിൽക്കുകയാണ്. ഈ ഒരു യാത്രയിൽ നമ്മൾ അറിഞ്ഞ് നമ്മുടെ കൂടെ കൂടിയവരുണ്ട്, നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ കൂടിയവരുണ്ട്. ഇതൊന്നും അല്ലാണ്ട് നമ്മളെ കുറിച്ച് ഒന്നും അറിയാണ്ട് നിൽക്കുന്ന കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാം ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ അമ്പാടി. വയസ്സ് പറയണത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് എത്ര തോന്നുന്നു അതാണ് എൻ്റെ പ്രായം. ഇത് ലച്ചു, എൻ്റെ സ്വന്തം ഭാര്യ. ഇത് ഞങ്ങളുടെ പാച്ചപ്പൻ. ആ മുഖത്തേക്കൊന്ന് നോക്കട, എന്തൊരു ചൈതന്യം. ഇത് ഞങ്ങളുടെ സ്നേഹനിധിയായ ശാരദമ്മയും കൂടി ചേർന്ന ഞങ്ങളുടെ സന്തുഷ്ടമായ കുടുംബം. നമ്മുടെ ചാനലിലേക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആരാണ്? ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കണ്ടന്റ് മേക്ക് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് യൂട്യൂബിൽ നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റുകൾക്ക് നമുക്ക് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾക്ക് നമ്മൾ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇഷ്ടമല്ല. നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കിയില്ലേ അല്ലേ? എല്ലാ മേഖലയും കൈവച്ചിട്ടുണ്ട്. അതിലൊക്കെ റീച്ച് അവർക്ക് ഇഷ്ടപ്പെടണില്ല. അതായത് റീച്ച് കുറവാ. എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഫാമിലി വ്ളോഗാണ്. നമ്മുടെ ഫാമിലിയിൽ നമ്മൾ കുക്ക് ചെയ്യണത്, ഡെയിലി ഫാമിലി എന്താ പറയാ, ഡെയിലി ലൈഫ്, അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടോ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ കൂടുതലും ഷോർട്സ് വീഡിയോ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ഏടുകളിൽ നിന്നും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കത് സ്ട്രൈക്ക് ചെയ്യും. അപ്പം അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കും. പിന്നെ ചിലതൊക്കെ ഇൻസ്പയർഡ് കണ്ടന്റ് ഉണ്ടാവും. ഇൻസ്പയർഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അതിൻ്റെയൊക്കെ വീഡിയോയുടെ അടിയിൽ കോപ്പി കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അടിക്കാറുണ്ട്. അതിന് നമ്മൾ ഇൻസ്പയർഡ് കണ്ടന്റ് എന്നാണ് പറയാം. മറ്റൊരാൾ ചെയ്തത് കാണുമ്പോൾ അത് ട്രെൻഡിങ് ആകുമ്പോൾ നമ്മളും ചെയ്യും. ഇൻസ്പയർഡ് ചെയ്യണ വീഡിയോസ് അങ്ങനെ നമ്മൾ കൂടുതലും ചെയ്യാറില്ല. നമ്മൾ കൂടുതലും നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളാണ് ചെയ്യാറ്. ഓൺ വോയിസുകളാണ് നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ. ഓൺ വോയിസിൽ പലതും പാച്ചുമോന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ തഗ്ഗുകളിൽ നിന്ന് ഞങ്ങൾ ഉരുത്തിരിച്ചെടുക്കണതാണ് ഞങ്ങളുടെ ഓൺ വോയിസ് കണ്ടന്റുകൾ. നമ്മുടെ കണ്ടന്റ് കിങ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഞങ്ങളാണെന്നുണ്ടെങ്കിലും കണ്ടന്റ് കിങ് ശരിക്കും പാച്ചുമോനാണ്. ബാക്കിലുണ്ട്. നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള റീച്ച് പോയിട്ടുള്ള വീഡിയോസ് കൂടുതലും നല്ല ഓൺ വോയിസുകൾ നല്ല റീച്ച് പോകാറുണ്ട്. ആ ഓൺ വോയിസിനൊക്കെ റീച്ച് പോകാനുള്ള റീസൺ ദാ ബിഹൈൻഡ് ദാ അവിടെ ഉണ്ട്. അതുപോലെ പഞ്ചാരടിയുടെ ഒരു ഓൺ വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലായ വീഡിയോ. അത് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. അതുപോലെ ഗണപതിനെ എടുത്ത് കുളത്തിൽ കൊണ്ടുവരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാച്ചുമോൻ ചെറുപ്പത്തിൽ ചെയ്താ. എത്ര വയസ്സില്ല ചെയ്തത്? ഒരു 4 വയസ്സ് 5 വയസ്സ് ആ ടൈമിലാ. നല്ലോണം മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ടൈമിൽ ചെയ്തിട്ടുള്ള ആള്. അതാണ് ഞങ്ങളുടെ കണ്ടന്റ് മേക്കിംഗ്. ഡിയേ, നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഒരു അൽത്താഫ് ചോദിക്കാനേ, നിനക്ക് വല്ല ജോലി ഉണ്ടോന്ന്? എനിക്ക് ഒരു ജോലിയില്ല. സുഖം സമാധാനം, വീട്ടിലിരിക്കുന്നു, ചേട്ടനെ നോക്കുന്നു, പാച്ചനെ നോക്കുന്നു. സുഖം, ഗൃഹഭരണം. പാച്ചു, നിന്റെ ഡ്രീം പ്ലേസ്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം? ഷിംല. സ്പെല്ലിംഗ് ഒന്ന് പറയാം. ഷിമാലയ. കൈലാസം ഹോട്ടല്. പൊറോട്ട ബീഫ് അടിക്കാനല്ലേ? മറ്റേ ബ്രഹ്മര, അതിലെ അവരുടെ ഗുരുവിന്റെ സ്ഥലം. ഓ, കൈലാസം. ഇങ്ങോട്ട് പോയിന്റ് മറ്റേ പടല്ലേ, എന്നിട്ടായിരുന്നു ബ്രഹ്മാസ്ത്രയില് അമിതാഭ് ബച്ചൻ പോണ ആ മഞ്ഞുള്ള സ്ഥലം. മഞ്ഞല്ല നിന്റെ മെയിൻ. ഇതിന് ഞാനിവിടെ മറ്റേ സിൽവർ സ്റ്റോമിലുള്ള ഐസ്ലാൻഡിൽ കൊണ്ടുപോകും. അവിടെ 1500 രൂപയ്ക്ക് കാര്യം നടക്കും. മഞ്ഞ് കിട്ടിയ പോരെ. എനിക്ക് പോവാ ഇഷ്ടം മാൽഡീവ്സിലേക്കാ. എനിക്ക് പോവാ ഇഷ്ടം മാൽഡീവ്സ് ആണ്. പക്ഷെ നടക്കോ ഇല്ലേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നടന്നില്ലെങ്കിൽ മറ്റേ ശ്രീലങ്ക വരെ പോയാലും മതി, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിഷ്ടം പഞ്ചാബ്. അതും എന്റെ വണ്ടിയും കൊണ്ട് പോകണം, നമ്മുടെ കോളീസും കൊണ്ട് പോകണം. പഞ്ചാബിലെ ഒരുപാട് സുന്ദരികളൊക്കെ പഞ്ചാബിലുള്ളവരും പഞ്ചാബ് വഴി രാജസ്ഥാനിലേക്ക് പോകണം. എനിക്കറിയില്ല പോകാൻ പറ്റുമെന്ന്. പറ്റുകയാണെങ്കിൽ പോകണം. പഞ്ചാബിലും രാജസ്ഥാനിലുള്ള ഏറ്റവും കൂടുതൽ സുന്ദരികളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം.
അവിടുത്തെ മണൽത്തരികളും പിന്നെ കരിമ്പന്തോട്ടം പഞ്ചാബിൽ ഈ മറ്റേ ഇതൊക്കെ ചോളപുരൊക്കെ ഇടാക്കില്ലേ ആ തോട്ടം കാണാൻ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞ് നടന്നു പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഡ്രീം പ്ലേസ്. എന്താ ഇന്ദുചൂടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? കൃഷിപ്പണിക്ക് പണിക്കാരെ നിർത്തിയാൽ മതി, അതിനുവേണ്ടി താൻ ജീവിതം വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഞാൻ ചോദിച്ചല്ല, ജയങ്കോസ് ചേട്ടൻ ചോദിച്ചതാ. എന്തിനാ നിന്റെ പ്ലാൻ? ലൈഫിൽ എന്തിട്ടാവണമെന്ന് ആഗ്രഹം? ഒന്നെങ്കിൽ സിനിമ പറഞ്ഞാണോ, ഇല്ലെങ്കിൽ പാട്ടുകാരനാണോ, പാട്ട് പഠിക്കാൻ പോകണ്ടോ, ഇല്ലെങ്കിൽ ഡാൻസ് കാരനാണോ, ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പഠിച്ച് വലിയ ആളാണോ. എന്താ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ? ഞങ്ങൾക്ക് അങ്ങനെ ഫ്യൂച്ചറിലേക്ക് കുറേ ഡ്രീംസോ പ്ലാനിങ്സോ ഒന്നുമില്ല. കാരണം നമ്മളങ്ങനെ പ്ലാനിങ് ഒക്കെ നടത്തി ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പക്ഷെ ഒരു പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക്, അതായത് നമ്മുടെ ഒരു വീട്. ഞങ്ങൾ രണ്ടുപേരും നല്ല നമ്മുടെ കുടുംബം മൊത്തം ഞങ്ങൾ ഒരുമിച്ച് കാണുന്നൊരു സ്വപ്നമുണ്ട്. നമുക്കൊരു വീട്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീട്, അതിലേക്കുള്ള ആ ഒരു പടിവാതിക്കൽ വരെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് എത്തി നിൽക്കുന്നുണ്ട്. കുരുവി കൂട്ടി വയ്ക്കുന്ന പോലെ കുറച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങളും ഞങ്ങളെല്ലാം കൂട്ടി വെച്ച് ഞങ്ങൾ അതിലേക്ക് എത്തും. ഞങ്ങൾ എന്തായാലും വലിയ കൊട്ടാരൊന്നും വേണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമില്ല. ചെറിയൊരു കൊച്ചു വീട് മതി. കൊറേ കാശ് മുടക്കി വലിയ ബംഗ്ലാവ് പണിതിട്ട് എന്താ ആവശ്യം? അതിന്റെ ഉള്ളിൽ മനസമാധാനം ഇല്ലാണ്ട് EMI അടിക്കാൻ എവിടേക്ക് കടം മേടിക്കുന്ന ആലോചിച്ചിട്ട് ജീവിക്കണം. അങ്ങനത്തെ ഒരു ലൈഫിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. വെക്കണ വീട് ചെറിയൊരു വീട്, നമ്മുടെ ബഡ്ജറ്റ് കൊക്കിൽ ഒതുങ്ങിയത് കൊത്താവെന്ന് പറയണ പോലെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള ചെറിയൊരു ഞങ്ങളുടെ സ്വപ്ന വീട് അത് പണിതിട്ട് അതിന്റെ പൂമുഖത്ത് ഒരു ചാരി കസേര ഇട്ടിട്ട് ഇതുമാതിരി തുണിയുടെ കസേര വേണം കേട്ടോ, നല്ല കിടക്കാൻ സുഖം. എനിക്കൊരു ഊഞ്ഞാലും അതിലെന്നെ കിടന്നിട്ട് ഇങ്ങനെ ആകാശം നോക്കി എന്നെ കിടക്കണം. അത് മേടിച്ചാരാട്ടാ. അതാണ് ഞങ്ങളുടെ ഡ്രീം. അടുത്തത് നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഉണ്ടാവണം കേട്ടാ. ചേച്ചി, എൻ്റെ മെസ്സേജ് എന്തായാലും വായിക്കണേ പ്ലീസ്. എനിക്ക് നിങ്ങളുടെ ഫാമിലി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തത് കൊണ്ട് പഴയ വീഡിയോസ് റിപ്പീറ്റ് അടിച്ച് ഞാൻ കാണുകയാണ്. ഒരു ഡേ ഇൻ ലൈഫ് വീഡിയോ ചെയ്യുമെന്ന് കൃഷ്ണ ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ എന്ത് കണ്ടന്റ് ചെയ്താലും ആർക്കും ഇഷ്ടപ്പെടില്ല. ഈ ഫാമിലി വ്ളോഗ്, ഡേ ഇൻ ലൈഫ്, അതാണ് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ എല്ലാവർക്കും കാണാൻ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ എന്തായാലും അതേ രീതിയിലുള്ള വീഡിയോസ്, നമ്മുടെ ഫാമിലി വ്ളോഗ്സ് നമ്മൾ എന്നും ചെയ്യാനായിട്ട് എനിക്ക് ചെറിയൊരു മടുപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എന്നും ചെയ്യാത്തത്. എന്നാലും നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇന്നാളും ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഡെയിലി നിങ്ങൾക്ക് ഇപ്പോൾ 1 million ആയല്ലോ, എന്നും ഈ ചോറും കൂട്ടാനും വെക്കണതും കാണിച്ച് മടുക്കണില്ലേ, വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാൻ. അത് ആഗ്രഹം ഞങ്ങൾക്ക് ഇല്ലാണ്ടല്ല, സത്യമാണ് ബ്രോ. അതും എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കേസാണ്. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇടയ്ക്കെങ്കിലും അങ്ങനത്തെ വീഡിയോസ് ചെയ്ത് കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്യണതാ. നമുക്ക് നല്ല കണ്ടന്റുകൾ ചെയ്ത് നമ്മൾ എഫേർട്ടൊക്കെ എടുത്ത് ചെയ്യുന്ന വീഡിയോസിന് മുന്നേ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വീഡിയോസിന് നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും നമുക്ക് വേണ്ടത്ര എഫേർട്ട് എടുക്കണതിൻ്റെ ഒരു പകുതി പോലും നമുക്ക് അതിനുള്ള വ്യൂ വരില്ല. അച്ഛാ, നിങ്ങളുടെ ചാട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് പറയൂ, എനിക്ക് കേൾക്കാനാ. അതാരാടാ ചോദിച്ചത്? എന്തായാലും നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ആളായിരിക്കും. കാരണം നമ്മുടെ ലവ് സ്റ്റോറി ഒരു നീണ്ട ലവ് സ്റ്റോറിയാണ്. അത് നമ്മുടെ ചാനലിൽ 3 പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാട്ടാ, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശദമായിട്ട് കേൾക്കാം. ഒരു സിനിമ ചെയ്യാനുള്ള സ്റ്റോറി ഉണ്ട് കേട്ടോ. അശ്വതി ഭവിത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പാച്ചുമോന്റെ ഡെലിവറി വ്ളോഗ് ചെയ്യുമെന്നുള്ളത്. പാച്ചുമോന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 9 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 കൊല്ലം ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫോണില്ലെന്ന്, യൂട്യൂബിനെ കുറിച്ചൊന്നും കേൾവിയില്ലെന്ന്, സാംസങ്ങിന്റെ ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവന്റെ ആ സമയത്തുള്ളൊരു ഫോട്ടോ പോലൊന്നും മര്യാദയ്ക്ക് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഡെലിവറിയുടെ സമയത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തരാനുള്ള ഓർമ്മ എനിക്കിപ്പോൾ ഇല്ല. ഞാൻ മറന്നുപോയി അത് എങ്ങനെയായിരുന്നു എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ. ചെറിയൊരു എക്സ്പീരിയൻസ് പറയാമെന്നല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഡെലിവറി സമയത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പറയാൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അല്ലെങ്കിൽ നമുക്കതൊരു കൈ നോക്കാമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ പേര് കുട്ടികളുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൊതിയാ. കാരണം പാച്ചുമോന്റെ ഒരു ഫോട്ടോ ഇല്ല നമ്മുടെ ആ സമയത്ത് പ്രസവിച്ചു കൊണ്ടുവന്നപ്പോ അമ്മ ഞാനവിടെ ഇല്ല, ചേട്ടനുള്ളത് എല്ലാം എടുക്കല്ലേ, പ്രസവത്തിന്റെ തൊട്ടുള്ള വീഡിയോസും എല്ലാ മെമ്മറീസ് ഉണ്ടാവും.
പാച്ചുമോന്റെ അപ്പ അമ്മയൊക്കെ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പാടില്ല, ഉണ്ണികളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ചേട്ടനൊന്നും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഒരു പഴയ ഫോണാണെങ്കിൽ കൂടി അതില് ഫോട്ടോ പോലെ എന്റെ മോന്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് അവന്റെ ഫോട്ടോ എടുത്തത് ഞങ്ങൾ 28-നാണ്. 28-ന് ചരട് കെട്ടിയിട്ട് കണ്ണിൽ കരിമഷിയൊക്കെ എഴുതി ആകെ ഒരു ഭൂതത്താന്റെ പോലെ ആക്കിയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അവന്റെ ഫസ്റ്റ് ഫോട്ടോ. അത് കണ്ട ഞങ്ങളെ എടുത്താൽ കെട്ടിയിടും. അതാണ് അവന്റെ അതുകൊണ്ട് ആ ഫോട്ടോകൾ കാണിക്കാണ്ട് എടുത്ത് വെച്ചിട്ടുള്ളതാ. പിന്നെ രംഗൻ ചേട്ടൻ പ്രസവത്തിന് പോയതും പ്രസവം കഴിഞ്ഞ് വന്നതും കോളിച്ചിലാട്ടാ. അത് ശരിയല്ലേ? കോളിയേട്ടന്റെ അവിടെ പച്ച കോളിച്ചിലാണ് അന്ന് ഞാൻ നിന്നെ ഡെലിവറിക്ക് കൊണ്ടുപോയത്. തിരിച്ചു വന്ന് രംഗച്ചേട്ടൻ ആ കോളിച്ചിലാ. രംഗച്ചേട്ടൻ ഇപ്പൊ നടക്കുന്നതും ഒരു കോളിച്ചിലാണ്. അതാണ് രംഗൻ ചേട്ടൻ. രംഗണ്ണ അതിലിടയ്ക്ക് നമ്മുടെ പാച്ചപ്പന്റെ സൈക്കിളിന് ഒരു ചെറിയ പണി കിട്ടിയിട്ടാ ചേട്ടാ, അത് ശരിയാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫാമിലിനെ കുറിച്ച് മായ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും ചേട്ടനും അമ്മയും പാച്ചും. അതാണ് നമ്മുടെ ഇവിടെ ഇപ്പൊ ഉള്ള ഫാമിലി. ചേട്ടനുള്ളത് ഒരു അനിയത്തിയാണ്, സിബ്ലിംഗ് ആയിട്ടുള്ളത്. അനിയത്തിനെ കല്യാണം കഴിഞ്ഞു. അതിന് പറഞ്ഞേ, ചേട്ടനൊരു അനിയത്തി ഉള്ളത്, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. കരിങ്കുളത്തേക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഹസ്ബൻഡിന്റെ പേര് രമേശ്. അവർക്ക് സ്വന്തം അളിയൻ. അവർക്ക് 2 കിടുങ്ങുമണികളുണ്ട്. ഒന്ന് ദീച്ചും ഒന്ന് ഡുഡും. അവർക്കും ഇതുപോലെ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടാ. കരിങ്കുളം ചങ്ങായിസ് എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. ഞാൻ കരിങ്കുളം ചങ്ങായിസ് നോക്കി. കരിങ്കുളം 2.0 ആയിരുന്നു. അത് വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്ന സമയത്ത്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടുടങ്ങിയപ്പോ അവര് ചങ്ങായിസ് നാക്കിന്റെ പേര് ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിടാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടാ. അതുപോലെ എന്റെ വീട്ടിലുള്ളത് അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ. ഞങ്ങൾ 4 പേരാണ്. അതിലിപ്പോ ഇവിടെ ഞാനാണുള്ളത്. പിന്നെ നിങ്ങൾ അനിയത്തിനെ കണ്ടിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം നമ്മുടെ ചാനലിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ആള് ജോലി കിട്ടി എറണാകുളത്താണ്. അതുകൊണ്ട് ഈ മാസം ആദ്യത്തെ സാലറി കിട്ടുമ്പോ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം അവളെ. അപ്പൊ എറണാകുളത്താണ്. അമ്മ എറണാകുളത്താണ്, അച്ഛനും എറണാകുളത്താണ്. അച്ഛൻ എറണാകുളത്ത് ഒരു കൺസ്ട്രക്ഷന്റെ, അമ്മ ചേച്ചിയുടെ കൂടെയാണ്. അനിയത്തിയും ഇപ്പൊ ചേച്ചിക്ക് ഒരു കമ്പനി ഉണ്ട്, ഇംപൽ യൂഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ചേച്ചിക്ക് ചേട്ടനായിട്ടുള്ളൊരു മറ്റേ ഇന്റീരിയർ ഡെക്കറേഷൻ, ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഒരു കമ്പനിയാണ്. അപ്പൊ അവിടെയാണ് അവൾക്കും ഡിസൈനറായിട്ട് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അമ്മയും അവളും ചേച്ചിയുടെ കൂടെ എറണാകുളത്താണ് ഇപ്പൊ സെറ്റിൽ ആയിട്ടുള്ളത്. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ, വീട് പണി തുടങ്ങുന്നവരൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ നമ്പർ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാം. അടിപൊളിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ചെയ്തു തരുന്നുണ്ട് വർക്കൊക്കെ. അപ്പൊ അതാണ് നമ്മുടെ ഫാമിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അമ്പോ, നമ്മുടെ അടുത്ത് സൗമിനി പ്രജോഷ് ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായിട്ടുള്ള പ്രചോദനം എന്താന്ന്? പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോയിട്ട് കിട്ടണ കാശ് കൊണ്ട് മാത്രം ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സത്യം. അപ്പൊ എല്ലാവരും പറഞ്ഞു യൂട്യൂബ് തുടങ്ങിയ നല്ല കാശ് കിട്ടുന്നത്. അങ്ങനെ തുടങ്ങിയതാ. നമുക്ക് വലിയ കാശൊന്നും കിട്ടില്ല. അതില് നല്ല വീഡിയോസ് ചെയ്ത് കുറെ റീച്ച് കിട്ടണം. നമുക്ക് നമ്മുടെ ചാനൽ നമുക്ക് നോക്കിയറിയാലോ, വലിയ റീച്ച് ഒന്നും ഇല്ല. അതൊന്നല്ല കേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു എന്റർടൈൻമെന്റ്. നമ്മള് ടിക്ടോക്ക് തുടങ്ങി, ടിക്ടോക്ക് പോയപ്പോ ഒരു വിഷമമായി. അപ്പൊ നോക്കിയപ്പോ യൂട്യൂബ് എടുക്കണം. അങ്ങനെ യൂട്യൂബ് തുടങ്ങിയത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിന് ഞങ്ങളപ്പോ വലിയ മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നെയാണ് ഇൻസ്റ്റാഗ്രാമിന് മൈൻഡ് ചെയ്തത്. ഇപ്പോഴാണ് ഫേസ്ബുക്കിനെ മൈൻഡ് ചെയ്താട്ടാ. അപ്പൊ ഞങ്ങള് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ പൈസയും മുഖ്യം കിട്ടില്ലോ. നമുക്ക് കിട്ടുന്നോണ്ട് നമ്മള് കുറെ കാര്യങ്ങളും നമ്മള് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് അറിയാം, അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ പല്ലില് കമ്പി ഇട്ടിട്ടേ എത്ര നാളായി ചോദിച്ചിട്ടുണ്ട്. എത്ര നാളായി അഴിക്കാറായി. ഇപ്പൊ ഏകദേശം 1 കൊല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ചേട്ടാ. 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവണം പല്ല് കമ്പി ഇട്ടിട്ട്. ഇതെനിക്ക് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഈ കമ്പി ഇടുന്നതിനെക്കാട്ട് മുന്നേ എല്ലാവരുടെയും പ്രശ്നം പല്ല് പൊന്തി കമ്പി ഇടുന്നായിരുന്നു. എന്നിട്ട് ഞാൻ അതൊന്നും കേൾക്കാൻ വയ്യാണ്ട് പോയി കമ്പി ഇട്ടപ്പോ ഇപ്പൊ എല്ലാരും പ്രശ്നം പല്ല് നല്ലോണം താഴ്ന്നു പോയി. ഇതെന്നാ ഊരണേ കുറെ നാളായാലും ഇട്ടിട്ട് എന്നാ ഊരണേന്നാണ്. അടുത്തന്നെ ഊരാറാണ്ട്, കുറച്ച് ഗ്യാപ്പും കൂടി ഒന്ന് അടയാണ്ട്. അപ്പോൾ അത് ഊരണം. പിന്നെ ആ ആളെന്നെ നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബേബി ബോയിനെയാണോ ബേബി ഗേളിനെയാണോ ഇഷ്ടം? ചേട്ടന് ആരെയും ഇഷ്ടം? ചേട്ടന് ആരെയും ഇഷ്ടം? ബേബി ഗേൾ. എനിക്ക് ഞാനോട് പണ്ടൊക്കെ പറയാറുണ്ട്, പ്രേമികൾ നമുക്കൊക്കെ പറയാറുണ്ട്, നമ്മൾ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഒരു പെൺകുച്ചു മതി എന്ന് പറയാറുണ്ട്.
ഭഗവാൻ ഞങ്ങൾക്ക് ഒരു ആൺകൊച്ചിനെ തന്നു, അതും തലയമ്മ തലകത്ത് സാധനം. അത് കണ്ടാട്ടെ എൻ്റെ പാച്ചുമോൻ എൻ്റെ സ്വത്താണ്, ഞങ്ങളുടെ ജീവനാണ്. ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണം അവനൊരാളാണ്. ഞങ്ങൾക്ക് ആൺകുട്ടീനെ തന്നാലും പെൺകുട്ടീനെ തന്നാലും ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യവാനായിട്ടുള്ളൊരു കുട്ടീനെ തന്നാൽ മതി എന്നാണ് ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കാനുള്ളൂ. അത് തന്നാൽ മതി. കുറേ പേര് നമ്മുടെ അടുത്ത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഒരുവിധം എല്ലാ വീഡിയോയിലും വന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞങ്ങളത് പറയണ്ട എന്ന് വിചാരിച്ചത് നമുക്കതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടി താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് അത് ഞങ്ങൾ വിട്ട് കളഞ്ഞിരുന്നോളുണ്ടാവും. അത് ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ല, പക്ഷെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ആ സംഭവം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുണ്ടായിരുന്നു നമ്മൾ. ചിലർക്കത് ചിലപ്പോ തീം മനസ്സിലാവോണ്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഒരു വീഡിയോ ആണ് വിചാരിച്ചിട്ടായിരിക്കും പിന്നെയും ചിലരൊക്കെ അത് അറിയാത്തതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ അത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചത്. ഞങ്ങൾ ചോദിക്കുന്നത് തെറ്റായിട്ടല്ലാണ്ട് ഞങ്ങൾ പറയണേ. ഞങ്ങള് ഇവള് പറഞ്ഞ മാതിരി അതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാണ്ട് തുടങ്ങുന്നത്. പക്ഷെ എല്ലാവരും ചോദിക്കണ കാരണം കൊണ്ട് മാത്രം ഒരു ഇത് ചെയ്യണമെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നവംബറിലായിരുന്നു കൺസീവ് ആണെന്ന് അറിഞ്ഞത്. നവംബറിൽ തന്നെയല്ലായിരുന്നേ? നവംബറിൽ കൺസീവ് ആണെന്ന് അറിഞ്ഞു. അപ്പം തന്നെ ഒരു ഏകദേശം ഒരു 1.5 മാസത്തോളം ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. എനിക്ക് തീരെ പുറത്തേക്ക് ട്രാവലിംഗ് ഒന്നും പോകണ്ട, ഒന്നും ചെയ്തോടുന്നില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പന്നെയായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് നാൾ കൂടി ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ചേട്ടനൊക്കെ മലയ്ക്ക് പോണേ, എൻ്റെ ചേട്ടന് ഇവിടെ ഇല്ല, മലയ്ക്ക് പോയി നടന്നു പോയ സമയത്തായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെയും ഉണ്ണിയുടെയും കിട്ടുന്നറിയാടെ തലേ ദിവസമായിരുന്നു എനിക്ക് ആയുർവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആ പ്രഗ്നൻസി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാൻ എരുമേലിന്ന് നടക്കണ സമയത്താണ് ഇവിടേക്ക് വയ്യാണ്ടായതും ഹോസ്പിറ്റലിൽ ഇതൊന്നും അറിയാണ്ട് ഞാൻ നടക്കുക. തിരിച്ച് മല കയറി അയ്യനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പൊ പാച്ചു വന്നു. പാച്ചുവിനൊക്കെ വീഡിയോ കണ്ടു, ഷോർട്ട് വീഡിയോ ഒക്കെ. പാച്ചുവിനെ കണ്ട് പാച്ചുവിനെയും കൊണ്ട് മല കയറി തിരിച്ചിറങ്ങി വരുമ്പോഴാണ് വണ്ടിയിൽ വെച്ചിട്ടാണ് എന്നോട് വയ്യാന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലായിരുന്നു എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലാന്ന് പറയുന്നത്. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് എല്ലാം ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു ടെൻഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് ആകെ പോയി ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോ തന്നെ. അപ്പൊ നമുക്കത് ഡോക്ടർ തന്നെ പറഞ്ഞു അതൊരു ആരോഗ്യമില്ലാത്ത, ഇൻ കേസ് നമ്മളത് എത്ര കുറേ സെക്യൂർ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ കൂടി ചിലപ്പോൾ ഒരു ഈ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു ബേബിനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഭയങ്കര ഞാൻ ഒറ്റയ്ക്കും ആയിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാനും തോന്നി നമുക്ക് ഒരു എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടിപ്പോൾ ഓരോരുത്തരുടെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ചില ഉണ്ണികൾക്കൊക്കെ ഓരോ വയ്യായികയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടണേക്കാട്ടും ഭേദം നമ്മൾ ഇല്ലാണ്ടായി പോണ ഒരു സമയം അതാണ്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വയ്യാണ്ടാവുക അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് പിന്നെ എന്തെങ്കിലും ജീവിച്ചിരിക്കണ വരെ തോന്നിപ്പോകും. അപ്പോൾ അത് അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അതിനെക്കാട്ടും നല്ലത്. അപ്പോൾ ഇപ്പം ആകുമ്പോൾ നമ്മൾ കണ്ടിട്ടും കൂടിയില്ല. ജസ്റ്റ് എനിക്ക് കറക്റ്റ് 3 മാസം ആവാൻ വേണ്ടിയിട്ട് ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. 2 ആഴ്ച കഴിയുമ്പോഴായിരുന്നു എനിക്ക് അടുത്ത സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇപ്പോഴുള്ള വിഷമത്തിനേക്കാളും ഇരട്ടിയായിരിക്കും അപ്പം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ഹീലായി. പിന്നെ നമുക്കത് അതിനെക്കുറിച്ച് ഞാൻ അതുകൊണ്ടാണ് കമൻസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ ഇപ്പം ഇത്ര 6 മാസത്തോളം ആയിട്ടുണ്ട്, 6 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇപ്പം ഇത്രയും നാൾ ഞാൻ കമൻസ് ഒക്കെ മൈൻഡ് ചെയ്യാണ്ടും റീഡ് ചെയ്യാണ്ടും ഇങ്ങനെ ഇട്ട് പൊക്കോടുന്നത് അത് എനിക്ക് വായിക്കുമ്പോൾ നമുക്ക് പിന്നെയും ഇപ്പം ഞാൻ ആ മെമ്മറീസ് ഞങ്ങൾ 2 പേരായാലും ഞങ്ങൾ കരയാണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ വിഷമമൊന്നും കാണിക്കാണ്ടിരിക്കണത് ഫസ്റ്റ് ദിവസം വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരയണുണ്ടപ്പോൾ പാച്ചുമോൻ വന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് ഡെസ്പറായി പോയി. ആ ഒരു ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ മോനുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെയും കുറേ പേര് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കണോണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോയിൽ നമ്മളത് ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചത്. അപ്പം ഇനി ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇനി കാണുന്ന ആളുകൾ ചോദിക്കാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത്, തെറ്റായിട്ടല്ലേ ഞങ്ങൾ പറയണത്. പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ അത്തരം ഒരു ചോദ്യം ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ കുറച്ച് പേരൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് ഇത് റിവീൽ ചെയ്തത്, അതുകൊണ്ടാണല്ലോ ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിരുന്നു. സത്യമാണത്. ഞങ്ങളുടെ മണ്ടത്തരം എന്നല്ല. ഞങ്ങൾക്ക് ഇപ്പോൾ 9 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഉണ്ണി ഉണ്ടായത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമുക്കറിയാലോ നമ്മുടെ ലൈഫിൽ ഞങ്ങൾ ലൈഫിൽ എന്ത് സന്തോഷം വന്നാലും
അപ്പൊ അത് നമ്മുടെ ഫാമിലിയിലുള്ളവർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ സന്തോഷം വന്നപ്പോൾ നമുക്കത് എക്സ്പ്രസ് ചെയ്യണം എന്ന് തോന്നി. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് ഇനി അങ്ങോട്ട് കണ്ടന്റ് ആക്കാൻ വേണ്ടി ചെയ്തല്ലേ എന്നൊക്കെ. പക്ഷെ അത് കണ്ടന്റ് അല്ലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് ഷെയർ ചെയ്തു പോയി. പക്ഷെ പിന്നീടായിരുന്നു അത് ചിന്തിച്ചത് വേണ്ടായിരുന്നു. അപ്പൊ അത് ഇട്ടോണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമൊക്കെ ഒന്ന് നമ്മൾ സ്റ്റേബിൾ ആയതിനു ശേഷം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിലരൊക്കെ സ്നേഹത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി. ചിലർ നമ്മൾ കുത്തി നോക്കാൻ വേണ്ടി പറഞ്ഞു തരില്ല, പറയുന്നുണ്ട് കമന്റിൽ വന്നിട്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിലിങ്ങനെ ഒരു കൊളുത്തി വലിക്കല്. അപ്പൊ ഇനി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും സംഭവം എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. നമ്മുടെ പുതിയതായിട്ട് വന്ന മെമ്പേഴ്സിനെ ഇപ്പൊ നമ്മളെ കുറിച്ച് ചെറിയൊരു ഊഹം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫാമിലി ആയിട്ട്. ഇതിൽ അമ്മയും കൂടി ഉണ്ട്. അമ്മ ഇന്ന് ജോലിക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ അമ്മ ഇന്ന് വീഡിയോ ഇല്ലാത്തേട്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയ ഒരു നന്ദി. നമ്മൾ ഇനിയും തുടർന്നും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നല്ലേ. പച്ച ബൈ പറഞ്ഞവരോട്. ബൈ.